കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം നിസ്സംഗത എന്നുള്ളതാണ്. ഇൻഡിഫറൻസ്. അതിന് രണ്ട് മേഖലകളുണ്ട്. അതിലൊരു മേഖലയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഡിഫറൻസ് ടു ഇഞ്ചുറി. നമുക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകൾക്ക് നേരെ നിസ്സംഗത പുലർത്തുന്നതിനെക്കുറിച്ചാണ് അന്ന് നമ്മൾ സംസാരിച്ചത്. ജീവിതത്തിൽ ഒരുപാട് ദുഃഖകരമായ കാര്യങ്ങൾ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കും. ആ സംഭവിക്കുന്നതിനോടൊക്കെ നമ്മൾ വയലൻ്റായി പ്രതികരിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ തകർന്നു പോകും. മറിച്ച് അതിനോട് ശാന്തമായി പോസിറ്റീവായി പ്രതികരിക്കുമ്പോൾ, അതിനോട് നിസ്സംഗത പുലർത്തുമ്പോൾ നമുക്ക് ഒരുപാട് നന്മകൾ വരുന്നു എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്, ഉദാഹരണങ്ങളടക്കം. ഇന്നതിൻ്റെ മറുഭാഗമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സഹായം ആവശ്യമുള്ള സന്ദർഭങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ നമ്മൾ അതിനോട് നിസ്സംഗത പുലർത്തുകയാണോ ചെയ്യുന്നത്, അതോ അതിനോട് പോസിറ്റീവായി പ്രതികരിക്കുകയാണോ ചെയ്യുന്നത്? ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. നമ്മുടെ ചുറ്റും നമുക്കൊരുപാട് ആവശ്യക്കാരെ കാണാൻ കഴിയും, ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നവരെ കാണാൻ കഴിയും, ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരെ കാണാൻ കഴിയും. ആ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെ പെരുമാറുന്നു? നമ്മൾ നിസ്സംഗതയോടുകൂടി കണ്ടില്ല, കേട്ടില്ല, ഇതൊന്നും എൻ്റെ കാര്യമല്ല, എനിക്ക് അതുമായി ബന്ധമില്ല, ഞാനും എൻ്റെ കാര്യവും മാത്രം, അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുന്നത്? എങ്കിൽ അത് ശരിയായ ഒരു രീതിയല്ല. നമ്മളതിനോട് പോസിറ്റീവായി പ്രതികരിക്കണം. മുമ്പ് ഞാൻ ഓർക്കുന്നു, വെല്ലൂർ, സെൻറ്റ് ജോൺസ് വെല്ലൂർ, CMC ലുധിയാന CMC വെല്ലൂർ, സെൻറ്റ് ജോൺസ് വെല്ലൂരല്ല, സെൻറ്റ് ജോൺസ് ബാംഗ്ലൂർ, ഈ സ്ഥാപനങ്ങളിലേക്കൊക്കെ കുട്ടികളെ തിരഞ്ഞെടുത്തിരുന്നത് അതാത് സ്ഥാപനങ്ങൾ തന്നെയാണ്. ഇന്നത്തെ പോലെ നീറ്റിൻ്റെ മാർക്ക് നോക്കിയിട്ടല്ല. 5 ദിവസത്തെ റിട്ടൺ ടെസ്റ്റും ഒക്കെയാണ്. ആദ്യം റിട്ടൺ ടെസ്റ്റ് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂവിൽ കുട്ടികളുടെ ഇത്തരത്തിലുള്ള മനോഭാവം അവർ അളന്നെടുക്കാറുണ്ട്. അതിനൊക്കെ നല്ല മാർക്കുണ്ട്. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരുന്നു: നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, വഴിയരികിൽ ഒരു ആക്സിഡൻറ്റ് കണ്ടു, നിങ്ങൾ എന്തു ചെയ്യും? അപ്പം അതിന് ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഉത്തരം പറയാനായിട്ട് ആ കുട്ടിക്ക് കഴിയണം. അതേസമയം ആ മുറിവേറ്റ് കിടക്കുന്ന അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുന്ന ആ വ്യക്തികളോട് നമുക്ക് ഒരു പ്രതിബദ്ധത ഉള്ളതുപോലെ പെരുമാറുകയും കൂടെ വേണം. ഇത്തരം ചോദ്യങ്ങൾ സാധാരണ ഇൻ്റർവ്യൂവിന് അവർ ചോദിക്കാറുണ്ട്. ഇവിടുന്ന് അതിൻ്റെ ഉത്തരമൊക്കെ നേരത്തെ പഠിച്ചു പോകും, എങ്കിലും അവരിട്ട് ആ കുട്ടികളെ വട്ടം തിരിക്കും. അത് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അത് വരുന്നത് എങ്കിൽ മാത്രമേ അവന് ആ സിറ്റുവേഷനൊക്കെ തരണം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പഠിച്ചു പോയതുകൊണ്ട് കാര്യമില്ല. അവൻ്റെ ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികളോട് അവൻ സ്ഥിരമായി പെരുമാറുന്നത് എങ്ങനെ, അത് അവർക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇൻ്റർവ്യൂ ബോർഡിലൊക്കെ വളരെ വിശിഷ്ടരായ വ്യക്തികളാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്, അവരതൊക്കെ തുഴന്നെടുക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളോട് പ്രതിബദ്ധത ഉള്ളവരായിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. ഞാൻ ബൈബിളിൽ നിന്ന് ഒരു ഭാഗം ഉദ്ധരിച്ചാണ് കുട്ടികളോട് ഇത് പറയാറുള്ളതൊക്കെ. അത് നല്ല സമരിയാക്കാരൻ്റെ
ഉപമയാണ്. യേശു അത് വളരെ വ്യക്തമായും വിശദമായും പ്രതിപാദിച്ചിട്ടുണ്ട്. നല്ല സമരിയാക്കാരൻ എങ്ങനെയാണ് ആ വഴിയിൽ മുറിവേറ്റ് കിടന്നിരുന്ന വ്യക്തിയോട് പെരുമാറിയത്? അത് അവനോട് ഒരു പ്രതിബദ്ധതയുള്ള പോലെയാണ്. എന്നാൽ അവർക്ക് മുമ്പ് 2 പേര് അതിലെ കടന്നുപോയി. ഒന്ന് ഒരു വൈദികനായിരുന്നു. അദ്ദേഹം ഒരു പക്ഷേ ബലിയർപ്പിക്കാൻ പോകുകയാണ്. ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഒരു പക്ഷേ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തിയെ കണ്ട് പരിചരിക്കാനൊന്നും പാടില്ലായിരിക്കാം. അന്നത്തെ സിസ്റ്റം നമുക്കറിയില്ല. മുറിവേറ്റ് കിടക്കുന്ന ആൾ മരിച്ചവനാണെങ്കിലോ മരിച്ച വ്യക്തിയെ തൊടുന്നത് അശുദ്ധമാക്കുമെന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടല്ലോ. ഇന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ ചിന്തയുണ്ട്. ആ വൈദികനെ നമുക്ക് ന്യായീകരിക്കാൻ ചിലപ്പോൾ പറ്റും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. യേശു ആ വ്യക്തിയെ ന്യായീകരിച്ചില്ല. രണ്ടാമതൊന്ന് ഒരു ലേവായനാണ്, അസിസ്റ്റൻ്റ് ടു ദ പ്രീസ്റ്റ്. അയാളും അങ്ങനെ തന്നെ പെരുമാറി, ഒരു സഹായവും കൊടുത്തില്ല. അവർ 2 പേരും നിസ്സംഗരായിരുന്നു. അവിടുത്തെ ആ പ്രശ്നത്തോട് നിസ്സംഗത പുലർത്തി. ഇത് അഭിലഷണീയമല്ല എന്നാണ് യേശു അവിടെ സ്ഥാപിച്ചത്. മൂന്നാമത് വന്ന സമരിയാക്കാരൻ, ആ സമരിയാക്കാരൻ അദ്ദേഹം ആ സിറ്റുവേഷൻ കണ്ട് മനസ്സിലാക്കി വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. നമുക്ക് അറിയാം, ആദ്യം എണ്ണയും വീഞ്ഞും ഒഴിച്ച് മുറിവ് വെച്ച് കെട്ടി ഫസ്റ്റ് എയ്ഡ്. അദ്ദേഹം ആദ്യം ചെയ്തത് ഫസ്റ്റ് എയ്ഡാണ്. നമുക്കൊരു പക്ഷേ ചിന്തിക്കാൻ പറ്റും, അദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാവലറാണ്, ഇത്തരം സന്ദർഭങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടാവണം, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എണ്ണയും വീഞ്ഞും ഒക്കെ കരുതിയത്, മുറിവ് വെച്ച് കെട്ടാനുള്ള തുണിയും എല്ലാം കരുതിയിട്ടുണ്ടാവണം അദ്ദേഹം. അത് കഴിഞ്ഞ് തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുവന്നാക്കി. അദ്ദേഹത്തിൻ്റെ ഒരു പണമുണ്ട്, ആ പണം കൊടുത്ത് 2 ദനാറ കൊടുത്തു. അതിനൊക്കെ അർത്ഥമുണ്ട്, 2 ദനാറയ്ക്കൊക്കെ അർത്ഥമുണ്ട്. ഇനി വീണ്ടും വരുമ്പോൾ ബാക്കിയുള്ളത് തരാമെന്നൊക്കെ പറഞ്ഞു. ഇത് നിസ്സംഗതയോട് കൂടിയ ഒരു പെരുമാറ്റമല്ല. ഇതാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റം. പ്രതിബദ്ധത ആണ്. ആ വ്യക്തിയോട് നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്, ഒരു കടപ്പാടുണ്ട്. ആ വ്യക്തിയോട് മാത്രമല്ല, ഇതുപോലെ ആവശ്യമുള്ള വ്യക്തികൾ അവരോട് നമുക്കൊക്കെ കടപ്പാടുണ്ട്. ഞാൻ ഓർക്കുന്നു, എൻ്റെ സ്ഥാപനത്തിൽ ഒരു ക്ലർക്ക് ഉണ്ടായിരുന്നു, ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം സെൻറ് തോമസ് കോളേജിൽ ജോലി ചെയ്ത് അവിടുന്ന് റിട്ടയർ ചെയ്ത് വന്ന ആളാണ്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പത്രത്തിൽ കാണുന്ന ഈ റിക്വസ്റ്റുകൾ നോക്കി ചെറിയൊരു സംഖ്യ അയച്ചു കൊടുക്കും. ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, കിഡ്നി ചികിത്സയ്ക്ക് വേണ്ടി പണം ആവശ്യമുള്ളവർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി പണം ആവശ്യമുള്ളവരൊക്കെ പത്രത്തിൽ ചെറിയ പരസ്യം കൊടുക്കുന്നത് കാണാറുണ്ടല്ലോ. ആ പരസ്യം കണ്ടാൽ അദ്ദേഹം ചെറിയ ഒരു സംഖ്യ അയച്ചു കൊടുക്കും. ഇത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ജോർജെ, അത് നിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കണ്ട, നിനക്ക് ചെറിയൊരു ശമ്പളം മാത്രമാണ് കിട്ടുന്നത്, അതിന് എടുക്കണ്ട, നീ ഇവിടെ നിന്ന് എഴുതിക്കോളൂ, ഓഫീസിൽ നിന്ന് അത് എഴുതിക്കോളൂ, അത് ചിലവായിട്ട് നീ എഴുതിക്കോളൂ. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ എനിക്കറിയാം. അദ്ദേഹം ഈയിടെ മരിച്ചുപോയി. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അവനവനെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ പങ്കുചേരാൻ തയ്യാറായിട്ടുള്ളവർ, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്.
അത് നിൻ്റെ സ്വന്തം സഹോദരനാവാം, ഒരുപക്ഷെ അന്യനാവാം. ആവശ്യമുള്ളവൻ ആരോ അവൻ. യേശു ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിയമം ബൈബിളിൽ കൊടുത്തു, ഗോൾഡൻ റൂൾ എന്ന് പറയും. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. എനിക്ക് നിന്നോട് സ്നേഹമാണെന്ന് പറയാം, അതാണോ? അല്ല. അവൻ്റെ ആവശ്യങ്ങളിൽ, അവനെക്കൊണ്ട് പറ്റാത്ത ആവശ്യങ്ങളിൽ ഇടപെട്ട് സഹായം കൊടുക്കുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവനെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങളിൽ, പറ്റുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അത് ഇടപെടുക എന്നല്ല പറയുക, ഇടങ്കോലിടുക എന്നാണ് പറയുക. പോസിറ്റീവായിട്ട് ഇടപെടുക. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തി, ഒരുപക്ഷെ നഷ്ടം സഹിച്ചു പോലും ഇടപെടാനായിട്ട് കഴിയണം. ഒരുപാട് പേരുണ്ട് അങ്ങനെ. ഈയിടെ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുണ്ടായി, എൻ്റെ ക്ലാസ്സിൽ പൊന്നാനിയിൽ നിന്ന് ദിവസവും യാത്ര ചെയ്ത് വരുന്ന ഒരു കുട്ടിയുണ്ട്. വളരെ പാവപ്പെട്ട കുട്ടിയാണ്, ഒരു മത്സ്യത്തൊഴിലാളിയാണ് അച്ഛൻ, കഷ്ടപ്പാടാണ്. ഇവിടെ ഹോസ്റ്റലിലൊന്നും നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ദിവസേന വന്നു പോകും. പൊന്നാനിയിൽ നിന്ന് തൃശ്ശൂർ വന്നു പോകാൻ 1.5 മണിക്കൂറെങ്കിലും വേണം. വരാൻ 1.5 മണിക്കൂർ, പോകാൻ 3 അല്ലെങ്കിൽ 4 മണിക്കൂർ അതിനു വേണ്ടി ചിലവഴിക്കും. 6 മണിക്കൂർ സ്കൂളിൽ, എന്നാലും 10 മണിക്കൂറും പോയി. പഠിക്കാനുള്ള സമയം വളരെ കുറവ്. അപ്പോൾ ആ കുട്ടി വന്ന് റെക്കമെൻഡ് ചെയ്തു, ഇങ്ങനെ ഇയാളെ ഒന്ന് ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചാൽ നന്നായിരിക്കും. ഞാൻ പറഞ്ഞു, കുട്ടിയുടെ അച്ഛനും അമ്മയും വരട്ടെ, അവർ വന്നതിന് ശേഷം നമുക്കൊരു തീരുമാനം എടുക്കാം. അപ്പോൾ അമ്മ വന്നു. അപ്പോഴാണ് അവരുടെ ജോലി എന്താണ്? അമ്മ സ്റ്റിച്ചിങ് ആണ്, ചെറിയ ചെറിയ സാധനങ്ങൾ റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന പണിയാണ്. അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ അവർക്ക് അനുവാദം കൊടുത്തു, താമസിച്ചോളൂ എന്ന്. ഇത് എന്തുകൊണ്ട്? ആ കുട്ടി വാസ്തവത്തിൽ എന്നോട് റെക്കമെൻഡ് ചെയ്ത കുട്ടി കാര്യമായ ഒരു ത്യാഗവും സഹിച്ചില്ല. എൻ്റെ അടുത്ത് വന്ന് പറയാനായിട്ട് ഒരു സന്മനസ് കാണിച്ചു എന്നുള്ളതാണ്. ആ കുട്ടി പോലെ മറ്റുള്ളവർ എത്രയോ പേരാണ് അവിടെ ആ ക്ലാസ്സിൽ, 70-80 കുട്ടികളുള്ളൊരു ക്ലാസ്സിൽ. ബാക്കിയുള്ളവർക്ക് ആർക്കും ഇത് തോന്നിയില്ല. ഒരു പക്ഷേ അറിയാഞ്ഞിട്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കും, ആവണമെന്നില്ല. അറിഞ്ഞവരെത്ര പേരുണ്ട്? 70 പേരും അറിഞ്ഞിട്ടുണ്ടാവില്ല, 10-15 പേരെങ്കിലും അറിഞ്ഞവരുണ്ടാവും. പൊന്നാനിയിൽ നിന്നാണ് വരണേ, ഇത്രയും സമയം നഷ്ടപ്പെടും, അതുകൂടി ഉപയോഗപ്പെടുത്തിയാൽ ആ കുട്ടിക്ക് പഠിക്കാൻ കഴിയും, ആ കുട്ടി പഠിച്ച് പാസ്സായാൽ ഒരു കുടുംബം രക്ഷപ്പെടും എന്നൊക്കെ ചിന്തിക്കില്ല. ചിന്തിക്കാത്ത എത്ര പേര്? അവരൊക്കെ നിസ്സംഗരായിരുന്നു അവരൊക്കെ. ആ നിസ്സംഗതയാണ് പാടില്ല എന്ന് പറയുന്നത്. ഒരു പക്ഷേ ചിലരിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, അയാൾക്ക് 3 മണിക്കൂർ കൂടി പഠിക്കാനായിട്ട് പറ്റിയാൽ എന്ത് സംഭവിക്കും? അയാൾക്കൊരു സീറ്റ് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അയാൾക്കൊരു സീറ്റ് കിട്ടാൻ ഇട വന്നാൽ എന്താ സംഭവിക്കുക? ഇയാളുടെ സീറ്റ് നഷ്ടപ്പെടാനൊരു സാധ്യത വരികയാണ്. ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് കിട്ടിയാൽ ആ ക്ലാസ്സിൽ തന്നെ വേറൊരു കുട്ടിക്ക് കിട്ടാൻ സാധ്യത കുറയാണ്. അപ്പം അങ്ങനെ അസൂയയോടുകൂടി അതിനെ നോക്കിയവരുണ്ടാവും, കുബുദ്ധിയായിട്ട് നോക്കിയവരുണ്ടാവും. ഈ കുട്ടി അങ്ങനെയല്ല ചെയ്തത്. അതൊരു പോസിറ്റീവ് റെസ്പോൺസാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങളാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. നമ്മുടെ സഹായം ആവശ്യമുള്ള എത്രയോ വ്യക്തികളെയാണ് നമ്മൾ ദിവസവും കണ്ടുമുട്ടുന്നത്. അവരോട് പലപ്പോഴും നമ്മൾ നിസ്സംഗത പുലർത്തുകയാണ് ചെയ്യുന്നത്. വഴിയിലൊരു ആക്സിഡൻറ്റ് കണ്ടു. ആ ആക്സിഡൻറ്റ് ഒന്ന് അറിയിക്കാനായിട്ട്
എവിടെയാണ് നമുക്കതിനകത്ത് പക്ഷേ ഇടപെടാൻ പറ്റില്ല. പല കാരണങ്ങളുണ്ട്. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളൊരു വഴിയിൽ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന ഒരാളെ നമ്മുടെ കാറിൽ കയറ്റി കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിച്ചാൽ നമുക്കങ്ങനെ പോരാനൊന്നും പറ്റില്ല. നമ്മളവിടെ നിൽക്കണം, നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കണം, പിന്നെ ചിലപ്പോൾ പോലീസ് വരുന്നവരവിടെ നിൽക്കണം, നിങ്ങൾ സാക്ഷിയാകും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് പലരും ഇതിന് ഇടപെടാത്തത്. അത്തരം നടപടികളൊക്കെ കുറേ ലഘൂകരിച്ചാൽ വളരെ നല്ലതാണ്. എന്നാൽ അതിനെപ്പറ്റി സംഘടനകളുണ്ട്. അത്തരം സംഘടനകൾ ഓരോ നാട്ടിലും ഉണ്ടാവണം. തൃശ്ശൂർ സെൻറ്ററായിട്ട് ആക്ട്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. കിഡ്നി ഫെയിമായിട്ടുള്ള ഫാദർ ഡേവിസ് ചെറമേലച്ഛൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു സംഘടനയാണ്. അതിന് ഇന്ന് ചുറ്റുപാടും ധാരാളം ബ്രാഞ്ചസ് ഉണ്ട്. വളരെ നന്നായി ഫ്ലറിഷ് ചെയ്യുന്ന ഒരു സംഘടനയാണ്, ഫ്ലറിഷ് ചെയ്തിട്ടുള്ളൊരു സംഘടനയാണ്. ഫ്ലറിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ വാഹനങ്ങളൊക്കെ കിട്ടുന്നു, ഓരോരുത്തർ വാങ്ങിച്ചു കൊടുക്കുകയാണ്. ആംബുലൻസുകളൊക്കെ റെഡിയായിട്ട് നല്ല വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഈയിടെ ഈ ഭാഗത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നേരത്തെ പറഞ്ഞതാണ് മുഴുവനാക്കാം. അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇത് നടക്കുന്നു. ഒരു ആക്സിഡൻറ്റ് പറ്റി അവരെ അറിയിച്ചാൽ ഉടനെ തന്നെ അവർ കൊണ്ടുപോയി ആശുപത്രിയിലാക്കുക, വേണ്ട സഹായം ചെയ്യുകയോ ചെയ്യും. അവർക്ക് അതിനൊരു ലൈസൻസ് ഉണ്ട്. അവരെ ആരും പ്രതിയായിട്ട് കേസിൽ പ്രതിയായിട്ട് ചേർക്കൊന്നുമില്ല. അത്തരം സംഘടനകളൊക്കെ ധാരാളം വരണം. നമ്മുടെ തന്നെ എത്രയോ നല്ല സംഘടനകളുണ്ട്. ആ സംഘടനകൾക്കൊക്കെ ഇത്തരം ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാം. ഒരു സംഘടന ഇത്തരം ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ അവർക്കുള്ള റിസ്ക് കുറയും. ഒരു വ്യക്തി ചെയ്യുമ്പോൾ അങ്ങനെയല്ല, റിസ്ക് കൂടും. ഇങ്ങനെ ഒരു അനുദിന ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ കണ്ടെത്താനായിട്ട് കഴിയും. ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരുപാട് സംഘടനകളുണ്ട്. അധ്യാപകർക്ക് സംഘടനയുണ്ട്, ചുമട്ടുതൊഴിലാളികൾക്ക് സംഘടനയുണ്ട്, എന്ന് വേണ്ട എല്ലാ ആളുകൾക്കും, വക്കീലന്മാർക്ക് സംഘടനയുണ്ട്. ഇപ്പോൾ ഞാൻ ഈയിടെ കേട്ടു പള്ളിയിൽ പഴയ കൈക്കാരന്മാർക്ക് സംഘടനയുണ്ട്. പള്ളിയിൽ പഴയ കൈക്കാരന്മാർ, അവർക്കൊരു സംഘടന. അങ്ങനെയൊക്കെ സംഘടനകൾ ധാരാളമുണ്ട്. ഒരു നന്മ ചെയ്യാനായിട്ട് ഈ സംഘടനകൾ പലതും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടിക്കലാണ്. അവകാശങ്ങൾ നല്ലത് തന്നെ. അവകാശങ്ങൾക്ക് ഇപ്പോൾ സംഘടിച്ചാലേ കിട്ടുള്ളൂ. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. ഒരാൾ ഒറ്റയ്ക്ക് ഒരു അവകാശത്തിന് വേണ്ടി പൊരുതിയാലൊന്നും കിട്ടില്ല. അത് സംഘടിച്ച് ശ്രമിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അത് നല്ലത്, വേണ്ടതുമാണ്. അവനവൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒരു ഗ്രൂപ്പ് ആൾക്കാർ സംഘടിക്കുന്നതും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നതും ഒക്കെ നല്ലത്. പക്ഷേ അവർക്ക് ഇങ്ങനെ കൂടി ചെയ്യാം. ഒരു സൈഡായിട്ടെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാനും കൂടി. അപ്പോൾ ആ സംഘടനയ്ക്ക് സ്വീകാര്യത കൂടും. ഇന്ന് ഉണ്ടായ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ ഹോസ്റ്റലിൽ നിന്ന് മോണിറ്റർമാർ റിപ്പോർട്ട് സമർപ്പിക്കും. അപ്പം അതിലൊരു കുട്ടി റിപ്പോർട്ടിൻ്റെ കൂടെ ഒരു ലെറ്റർ കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഹോസ്റ്റലുകളിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്ന സമയമാണ്. പുതിയ കുട്ടികളൊക്കെ വരുന്ന ഒരു സമയമാണ്. വേക്കൻ്റായിട്ടുള്ള സീറ്റുകളൊക്കെ കംപ്ലീറ്റ് ആവുന്ന സമയമാണ്. അപ്പോൾ ചില കുട്ടികളെ ഒരു ഹോസ്റ്റലിൽ നിന്ന് വേറൊരു ഹോസ്റ്റലിലേക്ക് മാറ്റും. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരമാണ്. അത് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് നോക്കിയിട്ട് ചെയ്യുന്നതാണ്. ഒരേ ക്ലാസ്സിലുള്ള കുട്ടികളെ 2 ഹോസ്റ്റലിൽ ചിതറി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഹോസ്റ്റലിലേക്ക് ആക്കുക. അഡ്മിനിസ്ട്രേഷൻ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഒരു കുട്ടി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു പർട്ടിക്കുലർ ഹോസ്റ്റൽ എ എന്ന് വെച്ചോളൂ. ആ ഹോസ്റ്റലിലെ ഒരു കുട്ടി വേറൊരു ഹോസ്റ്റലിലേക്ക്, ബി എന്ന് പറയുന്ന ഒരു ഹോസ്റ്റലിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല. ആ കുട്ടി എഴുതിയിരിക്കുകയാണ്. അവർ തമ്മിൽ
മോശമായ ഒരു ബന്ധം ഉണ്ട്. ആ ബന്ധം ഉള്ളതുകൊണ്ടാണ് ഒരു കുട്ടി വേറൊരു ഹോസ്റ്റലിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് കുട്ടികൾക്ക് തമ്മിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇത്തരം ബന്ധങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. എന്നാൽ ഒരു വാർഡനോ അധ്യാപകനോ ഹോസ്റ്റലിൻ്റെ ഉടമസ്ഥനോ ഒന്നും അത് തിരിച്ചറിയാൻ കഴിയില്ല. കുട്ടികൾക്ക് പരസ്പരം തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ ആ കുട്ടി എനിക്ക് ഇന്ന് രാവിലെ എഴുതി, ഇന്ന കുട്ടി ഇന്ന ഹോസ്റ്റലിലേക്ക് പോകാനായിട്ട് ഹോസ്റ്റൽ മാറുമ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, സാറ് അത് അനുവദിച്ചു കൊടുക്കരുത്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു കോഷനും കൂടി ഞാൻ തരികയാണ്. ചിലപ്പോൾ ഈ എഴുതിയ എഴുത്ത് ശരിയാവണമെന്നില്ല, തെറ്റായ ഒരു എഴുത്താവാം, അത് ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നതാവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് പരിശോധിച്ചു. ഞാൻ വാർഡനെ വിളിച്ച് അന്വേഷിച്ചു, ആ കുട്ടിയെ വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു ആ കംപ്ലൈൻറ്റ് ശരിയാണ് എന്ന്. അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ തീരുമാനമെടുത്ത് വാർഡനോട് പറഞ്ഞു, ആ കുട്ടികളെ പരസ്പരം അങ്ങോട്ട് മാറ്റരുത്, ഒരു കാരണവശാലും മാറ്റരുത്, ഇനി പോകണമെങ്കിൽ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യത്തിൽ പോലും നമുക്ക് ഒരു കൺസേൺ ഉണ്ടാകാം. കൺസേൺ ഇല്ലാതെ നിസ്സംഗതയോടുകൂടി പെരുമാറുകയും ചെയ്യാം. നിങ്ങൾക്ക് ഒരു തിന്മ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട് എന്ന് കണ്ടാൽ അത് അധികാരികളെ അറിയിക്കാം. ഒറ്റുകൊടുക്കുക എന്ന് പറയുന്നതല്ല അത്. ഒറ്റുകൊടുക്കുന്നത് വേറെ, ഇത് വേറെ. ഇതറിയിക്കുന്നത് അത് വലിയൊരു തിന്മയായി വളരാതിരിക്കാൻ വേണ്ടി അനേകം ആളുകൾ അതിനകത്ത് ഇൻവോൾവ് ആകാതിരിക്കാൻ വേണ്ടി തിന്മ നടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചും അത്തരം സംഭവങ്ങളെക്കുറിച്ചും അധികാരികളെ അറിയിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് കുട്ടികളാണ് അത് ചെയ്യേണ്ടത്. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്ന പക്ഷം അവർ വലുതായി വരുമ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ അത് അനുവർത്തിക്കും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം പ്രധാനമായും ഇത്രയുമാണ്. ആശയം ഇതാണ്: നമ്മൾ തിന്മകൾ കാണുമ്പോൾ, അവശതകൾ കാണുമ്പോൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കാണുമ്പോൾ അവരുടെ കാര്യത്തിൽ ഏതെങ്കിലും സഹായം എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അങ്ങനെ നോക്കാതെ പൂർണ്ണമായും പിന്തിരിഞ്ഞ് നിസ്സംഗതയോടുകൂടി പെരുമാറാൻ പാടില്ല. അത് സ്നേഹത്തിന് എതിരാണ്. സ്നേഹിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ പോസിറ്റീവായി ഇടപെടുക എന്നുള്ളതാണ്. സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ, ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ, വേദനകളിൽ പോസിറ്റീവായി ഇടപെടുക. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു.